കഴിഞ്ഞ 2 വർഷമായിട്ട് കോവിഡ് എന്ന മഹാമാരി കാരണം എല്ലാം എഡ്യൂക്കേഷൻ സിസ്റ്റം മുഴുവൻ തകർന്നിരിക്കുകയാണ്. അതായത് കുട്ടികളെല്ലാം ഭയങ്കരം സ്ട്രെസ്സും ഓൺലൈൻ ക്ലാസ്സും എല്ലാം കൊണ്ടും അവർക്ക് ആർക്കും മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. എന്നാൽ ഈ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും അക്കാഡമിക് ഇയർ എൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പുതിയ കോഴ്സുകളിലേക്കും പുതിയ കാര്യങ്ങളിലേക്കൊക്കെ കടന്നു പോകുന്ന സമയം. അപ്പോൾ ഏത് സ്റ്റുഡൻ്റ് ആണെങ്കിലും, ഇനി +2 സ്റ്റുഡൻ്റ് ആണെങ്കിലും ബിടെക് സ്റ്റുഡൻ്റ് ആണെങ്കിലും ഡിഗ്രി സ്റ്റുഡൻ്റ് ആണെങ്കിലും എല്ലാവരുടെയും ഉള്ളിലൂടെ ഇടയ്ക്കെങ്കിലും ഒരു ചെറിയ തീ പോലെ കടന്നു പോകും. ഇനി ഞാൻ എന്തിന് പോകും, അല്ലെങ്കിൽ ഇനി ഞാൻ എന്ത് പഠിക്കും, ഇനി ഞാൻ എന്ത് ജോലിയാണ് മുന്നോട്ടേക്കുള്ളത്, എന്ത് വഴി ഞാൻ തിരഞ്ഞെടുക്കുമെന്നൊക്കെ പല പല ചിന്തകൾ പലരിലൂടെ ഇങ്ങനെ തീയായിട്ട് കടന്നു പോകും. ഒന്നാമതായിട്ട് നിങ്ങളുടെ റിലേറ്റീവ്സിനോട് ചോദിക്കരുത് എന്തിന് പോകണം എന്ന് ചോദിക്കരുത്. കാര്യം അവരുടെ ഇഷ്ടപ്രകാരമുള്ള അവരുടെ അറിവിനനുസരിച്ചുള്ള എന്തെങ്കിലും ഒരു കോഴ്സ് പറയും. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബാധ്യതയായി തീരും. ഒന്ന്. രണ്ടാമതായിട്ട് നിങ്ങളുടെ കൂട്ടുകാർ പോകുന്ന വഴി നിങ്ങൾ ഒരിക്കലും തിരഞ്ഞെടുക്കരുത്. അതായത് എനിക്ക് എൻ്റേതായിട്ടൊരു വഴിയില്ല, എൻ്റേതായിട്ടൊരു സെലക്ഷൻ ഇല്ല, അതിന് പകരം കൂട്ടുകാരൻ അത് എടുത്തതുകൊണ്ട്, ആ കോഴ്സ് എടുത്തതുകൊണ്ട് ഞാനും പോകുന്നു എന്ന് പറഞ്ഞ് ഒരിക്കലും പോകരുത്. കാരണം ഒരു 2-3 വർഷമൊക്കെ ഈ ഒരു സൗഹൃദത്തിൻ്റെ ബലത്തിലുള്ള ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമൊക്കെ കാണും. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ജീവിതം ഒറ്റയ്ക്ക് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥ വരും. അതായത് അവരവർ ഒരു ഡിഗ്രി കോഴ്സൊക്കെ കഴിയുമ്പോൾ ഒരു ജോബിലേക്കൊക്കെ പോകുമ്പോൾ അവരവർ തന്നെ അവരവരുടെ വഴി വെട്ടിത്തെളിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു നിമിഷം എല്ലാവരുടെയും ജീവിതത്തിൽ വരും. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് നിങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ഞാൻ പറയുന്നത്. പിന്നെ എവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു കരിയർ ഗൈഡൻസും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല, ഒരു വ്യക്തമായിട്ടുള്ള ഒരു കാര്യം നമുക്കിപ്പോൾ അവൈലബിൾ അല്ല. പ്രത്യേകിച്ച് ഈ കോവിഡും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് അവൈലബിൾ അല്ല. അതേപോലെ തന്നെ പ്ലേസ്മെൻറ്റിൻ്റെ കാര്യം പറയാം. ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിലും ബിടെക് കഴിഞ്ഞവരൊക്കെ ആണെങ്കിലും പ്ലേസ്മെൻറ്റിൻ്റെ കാര്യം പറയുമ്പോഴും നേരത്തെ ഉണ്ടായിരുന്ന പ്ലേസ്മെൻറ്റ് നിലവിൽ ലഭിക്കുന്നില്ല. അതായത് എല്ലാം വർക്ക് ഫ്രം ഹോം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പ്ലേസ്മെൻറ്റുകളുടെ എല്ലാം അളവുകൾ കുറഞ്ഞു. കോർ കമ്പനികൾ എടുക്കുന്നത് മാക്സിമം കുറഞ്ഞു. അപ്പോൾ ചുരുക്കം ചിലർക്ക് ഏതെങ്കിലും ഒരു IT ഫീൽഡിലൊക്കെ കിട്ടും. ആ കിട്ടുന്ന ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5-6 വർഷം മാത്രം ദൈർഘ്യമുള്ള ഒരു ജോലി മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ പ്ലേസ്മെൻറ്റുകളിലും വലിയ ആഗ്രഹങ്ങളൊന്നും വെക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി എന്താണ് മുന്നോട്ട്? നമുക്ക് ഇൻ്റർനെറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ഡേറ്റാസ് കിട്ടും. പക്ഷേ അതെല്ലാം ചിതറിക്കിടക്കുന്ന ഒരു റിസോഴ്സ് മാത്രമാണ്. പക്ഷെ ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനും ഇതേപോലെ തന്നെ കുറേ ഇങ്ങനെ നമ്മളും തേടിയ സമയത്ത് ഒരു ആപ്ലിക്കേഷൻ കണ്ടു. MYZEED.com എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ. അതേപോലെ തന്നെ അവർക്ക് വെബ്സൈറ്റും ഉണ്ട്. ആ ആപ്ലിക്കേഷനകത്ത് ഞാൻ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് കോഴ്സ് കഴിഞ്ഞവനാണെങ്കിലും എന്ത് പഠിക്കാനാണെന്നുണ്ടെങ്കിലും അതിന് വേണ്ട ഏത് രീതിയിലുള്ള റിസോഴ്സും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് MYZEED.com. അതായത് ഇനി എനിക്ക് ഏത് ജോലിയാണുള്ളത്, ഏത് സ്കോളർഷിപ്പ് എനിക്ക് കിട്ടും, ഇനി ഞാൻ എന്ത് പഠിക്കണം, ഹയർ സ്റ്റഡീസിന് എവിടെ പോകണം, ഇന്ത്യയിൽ പഠിക്കുന്നതാണോ നല്ലത് അതോ ഇൻ്റർനാഷണൽ വെളിയിൽ പോയി പഠിക്കുന്നതാണോ നല്ലത്, അങ്ങനെ ഏത് രീതിയിലുള്ള കാര്യം മുന്നോട്ട് വെക്കണം എന്നുള്ളതിൻ്റെ ഒരു റിസോഴ്സ് തരുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പം ആപ്ലിക്കേഷൻ്റെ പേര് മറക്കണ്ട, MYZEED.com. അപ്പോൾ ആദ്യം തന്നെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്? ഒന്നാമതായിട്ട് ഇവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ വെബ്സൈറ്റിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. അത് മാത്രമല്ല നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. MYZEED.com, MYZEED.com അതാണ് ആപ്ലിക്കേഷൻ്റെ പേര്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരം 1 MB താഴെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇനി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അടുത്ത പ്രോസസ്സിലേക്ക് പോകാം. ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ തുടങ്ങുമ്പോഴത്തേക്ക് ഈ ഒരു രീതിയിലുള്ള ഇൻ്റർഫേസ് ആണ് പോകുന്നത്. ഫൈൻഡ് കോളേജസ് ആൻഡ് കോഴ്സസ് ദാറ്റ് ആർ ബെസ്റ്റ് ഫോർ യു എന്ന് പറഞ്ഞൊരു ഇൻ്റർഫേസ്. അതിനകത്ത് ഏറ്റവും മേളിലൊരു ഒരു ഐക്കൺ കാണാം, പ്രൊഫൈലിൻ്റെ. ആ പ്രൊഫൈലിനകത്ത് നമ്മൾ ലോഗിൻ എന്നുള്ള അവിടെ കൊടുത്തതിന് ശേഷം രജിസ്റ്റർ ഹിയർ എന്നുള്ള ഈ ഒരു ഓപ്ഷനകത്ത് നിങ്ങളുടെ ഡേറ്റാസ്, നെയിം, ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡേറ്റാസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ തന്നെ ലാസ്റ്റ് ഒരു ഹാവ് എ റെഫറൽ കോഡ് എന്നുണ്ട്. അപ്പോൾ ആ റെഫറൽ കോഡ് വേണ്ട നിങ്ങൾ ഈ സ്ക്രീനിൻ്റെ ഇവിടെ കാണുന്ന ഈ റെഫറൽ കോഡ് യൂസ് ചെയ്യുക. അപ്പം അങ്ങനെ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മെനു നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, എക്സാം, ഫൈൻഡ് ജോബ്, സ്കോളർഷിപ്സ്, ബ്ലോഗ്സ് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. ആദ്യം തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ അഥവാ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഇതിൽ വരുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റുന്നത് ഡൊമസ്റ്റിക് എഡ്യൂക്കേഷനും ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷനും. ഡൊമസ്റ്റിക് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള എഡ്യൂക്കേഷൻസ് ആണ്. ഇൻ്റർനാഷണൽ എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് പുറത്തുള്ള എഡ്യൂക്കേഷനാണ്. കാര്യം ഇന്ത്യക്കാരുടെ ആപ്ലിക്കേഷനാണ് ഇത്. അതുകൊണ്ടാണ് ഇൻ്റർനാഷണൽ എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് വെളിയിലുള്ള എഡ്യൂക്കേഷൻ്റെ കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഇനി ഓരോ എഡ്യൂക്കേഷനിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷനിലേക്ക് നോക്കാം. ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഓരോ ഫിൽറ്റേഴ്സ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഏത് കോഴ്സ്, ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഏത് കൺട്രി, ഇങ്ങനെ 3 തരമായിട്ടുള്ള ഫിൽറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏത് കോളേജാണ് അല്ലെങ്കിൽ ഇന്ന കോഴ്സിന് ഏത് യൂണിവേഴ്സിറ്റിയാണ് നല്ലത് എന്ന് കാണാനായിട്ട് നിങ്ങൾക്ക് കുറേ യൂണിവേഴ്സിറ്റികളുണ്ട്.
അതാണ് ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഡൊമസ്റ്റിക് എഡ്യൂക്കേഷനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സെർച്ച് ബൈ സിറ്റി, അതായത് കൊച്ചിയിൽ ഏതാണുള്ളത്, ബാംഗ്ലൂരിൽ ഏതാണുള്ളത്, മുംബൈയിൽ ഏതാണുള്ളത്, ട്രിവാൻഡ്രത്ത് ഏതാണുള്ളത്, അങ്ങനെ സിറ്റി വൈസ് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതുമാത്രമല്ല, ആദ്യം കയറുമ്പോൾ തന്നെ ഇനി ഈ രണ്ട് ടൂൾ അല്ലാതെ വേറൊരു ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർച്ച് ബൈ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെ സെർച്ച് ബൈ കോഴ്സ്, ഇങ്ങനെ രണ്ട് ഒരു ഫിൽറ്റേഴ്സ് നമുക്ക് ആദ്യം ഹോം പേജിൽ തന്നെ അവൈലബിൾ ആണ്. ഇനി മൂന്നാമതായിട്ട് അതിനകത്ത് വരുന്ന വേറൊരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കൂളുകൾ, ഈവൻ കോളേജസ് അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ മാത്രമല്ല, അതിലുപരി സ്കൂളുകൾ നിങ്ങൾക്ക് ഇതിൽ അവൈലബിൾ ആണ്. പിന്നീട് IELTSൻ്റെ കോച്ചിങ് സെൻറ്റേഴ്സ്, നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള IELTS കോച്ചിങ് സെൻറ്റേഴ്സ്, അതുപോലെ തന്നെ മറ്റ് പല പല കോച്ചിങ് സെൻറ്ററുകളുടെയൊക്കെയും ഡീറ്റെയിൽസ് ഈ ഒരു ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള കുറച്ച് ബ്രീഫായിട്ടുള്ളൊരു എക്സ്പ്ലനേഷനാണ് ഞാൻ നിങ്ങൾക്ക് തന്നത്. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. പറഞ്ഞ സ്റ്റെപ്സ് ഉണ്ടല്ലോ, ആ സ്റ്റെപ്സിൻ്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. സെർച്ച് ബൈ കോഴ്സ് എന്നുള്ളത് നമ്മൾ എടുക്കുന്നു. അതിനകത്ത് നമ്മൾ ഒരു MBA കോഴ്സ്, MBA ഇൻ മാനേജ്മെൻറ്റ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞൊരു കോഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോഴത്തേക്ക് ഒരു ജർമ്മനിയിലെ ഒരു യൂണിവേഴ്സിറ്റിയാണ് വന്നത്. സിഷ്ലർ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ജർമ്മനി യൂണിവേഴ്സിറ്റി വന്നു. അപ്പോൾ ആ യൂണിവേഴ്സിറ്റിയുടെ അല്ലെങ്കിൽ ആ കോളേജിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടുന്നു. എന്തൊക്കെ കോഴ്സസ് അവൈലബിൾ ആണ് ആ യൂണിവേഴ്സിറ്റിയിൽ, എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ ഫെസിലിറ്റീസ്, കമ്പ്യൂട്ടർ ലാബ്, ലൈബ്രറി, ഹോസ്റ്റൽ, പ്ലേ ഗ്രൗണ്ട്, അങ്ങനെയുള്ള ഫെസിലിറ്റീസൊക്കെ അവൈലബിൾ എങ്ങനെയാണ്, ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ അഡ്മിഷൻ്റെ ഒരു ടാബ് ഉണ്ട്, അതേപോലെ തന്നെ കോളേജിൻ്റെ ഇമേജസും വീഡിയോസും അടങ്ങുന്ന ഒരു ഗാലറി ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, ഈ ഒരു കോളേജിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കോളേജിൻ്റെ വെബ്സൈറ്റിൽ പോയാൽ കിട്ടും. പക്ഷേ ഓരോ കോളേജിൻ്റെയും അവരവരുടെ വെബ്സൈറ്റിൽ പോയാൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. എന്നാൽ ഈ ഒരു ആപ്ലിക്കേഷൻ വ്യത്യസ്തമാകുന്നത് എല്ലാ യൂണിവേഴ്സിറ്റി, എല്ലാ കോളേജിൻ്റെയും ഡേറ്റാസ് നിങ്ങൾക്ക് ഈ ഒരു ചെറിയൊരു സൈസുള്ള ഈ ഒരു ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആവുന്നുള്ളതാണ്. പക്കയല്ലേ, സാധനം സെറ്റല്ലേ? അപ്പം എനിക്ക് തോന്നുന്നു എഡ്യൂക്കേഷൻ പരമായിട്ട് അല്ലെങ്കിൽ എന്ത് പഠിക്കണം എന്നുള്ളത് ഈ ഇത്രയും ടൂളുകൾ യൂസ് ചെയ്ത് നിങ്ങളെ കൊണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ബുദ്ധി എല്ലാവർക്കും ഉണ്ട്, എല്ലാ സ്റ്റുഡൻസിനും ഉണ്ട് അല്ലേ? എക്സാമിലേക്ക് പോകുമ്പം ഇന്ത്യയിലും അതുപോലെ തന്നെ വെളിയിലും അവൈലബിൾ ആയിട്ടുള്ള നിങ്ങൾ പങ്കെടുക്കേണ്ട എക്സാമിൻ്റെ ഒരു ഡീറ്റെയിൽസ് കാണാനായിട്ട് പറ്റും. UPCET, നീറ്റ്, കീം, സാറ്റ്, DU LLB എൻട്രൻസ് എക്സാം, KCET, അങ്ങനെ CAT, അങ്ങനെ ഓരോ എക്സാമിൻ്റെ കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റും. എന്താണ് ഗുണം? നമ്മൾ എഴുതേണ്ട എക്സാമുകളൊന്നും നമുക്ക് മിസ്സാകില്ല എന്നുള്ളതാണ് ഏറ്റവും അതിലെടുത്ത് പറയേണ്ട കാര്യം. ഇനി നമുക്ക് അടുത്തത് ജോബിലേക്ക് പോകാം. പാർട്ട് ടൈം ജോബും ഫുൾ ടൈം ജോബും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതായത് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആ ഒരു ടൂൾ യൂസ് ചെയ്ത് നിങ്ങൾ ജർമ്മനിയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ സെലക്ട് ചെയ്തു, നിങ്ങൾ പഠിക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ആ ലൊക്കേഷനിൽ തന്നെയുള്ള പാർട്ട് ടൈം ജോബുകൾ നിങ്ങൾക്ക് നോക്കാം. അതേപോലെ തന്നെ ഫുൾ ടൈം ജോബിൻ്റെ വേക്കൻസീസും കാര്യങ്ങളും എല്ലാം ഇതിൽ അവൈലബിൾ ആണ്. ഇനിയും ഏറ്റവും ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ജോബ് ആപ്ലിക്കേഷൻസ് എല്ലാം നിങ്ങൾ ഡയറക്റ്റ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ വഴിയൊന്നുമല്ല, ഡയറക്റ്റ് നിങ്ങളുടെ CV-യും കാര്യങ്ങളും എല്ലാം അയച്ച് അപ്ലൈ ചെയ്യുകയാണ്. ഇനി നമുക്ക് അടുത്ത ടൂളിലേക്ക് പോകാം, അതായത് സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞ ടൂള്. സ്കോളർഷിപ്പിനകത്തേക്ക് പോകുമ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റുഡൻറ്റിന് ഫ്രം ബിഗിനിങ് തൊട്ട് ഒരു എഡ്യൂക്കേഷൻ, ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് പോകുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെന്ന് വിചാരിക്കുക, ആ സ്റ്റുഡൻറ്റിന് ഓൾമോസ്റ്റ് ഒരു 60-70% വരെയും സ്കോളർഷിപ്പ് കൊണ്ട് പഠിക്കാനായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും, എല്ലാ സ്കോളർഷിപ്പുകളും ഉണ്ട്. പക്ഷേ എങ്കിൽ നിലവിൽ നമുക്കത് സ്കോളർഷിപ്പുകൾ നമ്മളുടെ അടുക്കിലേക്ക് വരാനുള്ള ഒരു വഴിയുമില്ല. അതുപോലെ തന്നെ കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല രീതിയിലുള്ള ഒരു റിസോഴ്സ് ഇല്ല. സ്കോളർഷിപ്പിനെ ബേസ് ചെയ്തൊരു റിസോഴ്സ് ഇല്ല. എനിക്ക് ഏതൊക്കെയാണെന്നുള്ളതൊന്നും അറിയാനായിട്ടുള്ള ഒരു സംഭവം ഇല്ല. അപ്പം ഈ ഒരു ടൂൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഏതൊക്കെ രാജ്യങ്ങളിൽ ഏതൊക്കെ രീതിയിലുള്ള സ്കോളർഷിപ്പുകളാണ് അവൈലബിൾ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പം ഞാൻ താഴേക്ക് പോകുമ്പോൾ ഒരുപാട് സ്കോളർഷിപ്പുകൾ കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. പല ഇഷ്ടം പോലെ. MEYZEED ആൻഡ് അബുദാബി യൂണിവേഴ്സിറ്റി സ്കോളർഷിപ്പ് 100% ട്യൂഷൻ ഫീ വേവർ, നോ ആപ്ലിക്കേഷൻ ഫീ, നോ രജിസ്ട്രേഷൻ ഫീ, ഫ്രീ സ്റ്റുഡൻറ്റ് സർവീസ്, ഫ്രീ ഹെൽത്ത് സർവീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു ടാബും ഉണ്ട്. അപ്പോൾ ശരിക്കും പഠിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ
നിങ്ങളൊരു ഹയർ എഡ്യൂക്കേഷൻ ബിടെക് കഴിഞ്ഞിട്ടുള്ള പോകുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ 1 രൂപയുടെ മുതൽ മുടക്കില്ലാതെ നിങ്ങൾക്ക് ട്യൂഷൻ ഫീ ഫുൾ വേവർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള സ്കോളർഷിപ്പ് വരെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ടൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ രീതിയിലുള്ള സ്കോളർഷിപ്പിൻ്റെ കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കും. ഇനി അവസാനമായിട്ട് മെനുവിനകത്ത് ബ്ലോഗ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ബ്ലോഗ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ക്രിയേറ്റേഴ്സ് തരുന്ന ഒരു വേറൊരു ഫീച്ചറും കൂടെയാണ്. അതായത് കുറച്ച് ഹൗ ടു ഫൈൻഡ് എ നഴ്സിംഗ് ജോബ് അബ്രോഡ് ഫ്രം ഇന്ത്യ, 5 ചീപ്പസ്റ്റ് കൺട്രീസ് ടു സ്റ്റഡി അബ്രോഡ് ഫോർ ഇന്ത്യ സ്റ്റുഡൻസ്, അങ്ങനെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് അവരെഴുതിയിരിക്കുന്ന ഓരോ ബ്ലോഗ്സ് ആണ്. അത് നിങ്ങൾക്ക് ഗുണകരമായി തന്നെ തീരും. അത്രയുമാണ് ടൂളുകളായിട്ട് പറയാനായിട്ടുള്ളത്. ഇനിയും റെഫർ ആൻഡ് ഏൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇതിൻ്റെ നോർമൽ ഇൻ്റർഫേസിൽ പോയി കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. എന്താണ് റെഫർ ആൻഡ് ഏൺ? നമ്മുടെ എല്ലാ ആപ്ലിക്കേഷനും, സാധാരണയുള്ള ഏതൊരു ആപ്ലിക്കേഷനും ഉള്ള ഒരു പ്രൊമോഷണൽ ഫെസിലിറ്റിയാണ് റെഫർ ആൻഡ് ഏൺ എന്ന് പറയുന്നത്. കാര്യം ഞാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ എനിക്ക് ഗുണമെന്ന് തോന്നുവാണെങ്കിൽ വേറൊരാൾക്ക് ഞാനത് റെഫർ ചെയ്യുമ്പോൾ എനിക്കതിലൂടെ എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ പലർക്കും അത് റെഫർ ചെയ്യും. അതിനുവേണ്ടി മൊത്തത്തിൽ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. അതേപോലെ ഒരു സിമിലർ ടൂൾ ഇതിനകത്തും യൂസ് ചെയ്തിരിക്കുന്നു. അതിനാണ് റെഫറൽ ലിങ്ക് ക്രിയേറ്റ് ആവുന്നത്. ഇത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ആ റെഫറൽ ലിങ്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ എങ്ങനെയാണ് റെഫർ ആൻഡ് ഏൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ലിങ്ക് ഉപയോഗിച്ച് വേറൊരാൾ കയറി ആ ആൾ ഈ ഒരു ആപ്ലിക്കേഷൻ മുഖേന അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷനിലെ എന്തെങ്കിലും ഡേറ്റാസ് മുഖേന നിങ്ങളൊരു സ്ഥലത്ത് ജോയിൻ ചെയ്തു എന്നിരിക്കട്ടെ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ചെറിയ രീതിയിലുള്ള ഒരു എമൗണ്ട് എനിക്കും ലഭിക്കും എന്നുള്ളതാണ്. എന്തും കൊണ്ടും റമ്മി കളിച്ചും MBLനകത്ത് കളിച്ചുമൊക്കെ ഉണ്ടാക്കുന്ന എമൗണ്ടിനേക്കാളും നല്ലതാണ് ഒരു റിസോഴ്സ് വേറൊരാൾക്ക്, ഒരു നല്ല കാര്യം അല്ല ഒരു വലിയൊരു സംഭവം ഒരാൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കിട്ടുന്നത് അല്ലേ. ഇനിയും അവസാനമായിട്ട് ഇവരുടെ കസ്റ്റമർ കെയർ സപ്പോർട്ടിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ തന്നെ ഇവരുടെ ഒരു കസ്റ്റമർ കെയറിൻ്റെ ഒരു ടാബ് കാണാനായിട്ട് പറ്റും. അത് ലൈവായിട്ട് തന്നെ കസ്റ്റമർ കെയർ നമുക്ക് മെസ്സേജ് സപ്പോർട്ട് തരും. അതേപോലെ തന്നെ ഒരു വാട്സപ്പ്, ഞാൻ ഇവരുമായിട്ട് എൻ്റെ ഡൗട്ടെല്ലാം സംസാരിച്ചത് ഇവരുടെ വാട്സപ്പിൻ്റെ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ടാണ്. അതായത് വാട്സപ്പിൻ്റെ ഏറ്റവും മേളിൽ കാണുന്ന ആ ഒരു ഐക്കൺ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അത് മാത്രമല്ല ഒരു അപ്പോയിൻമെൻറ്റ്സ് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതായത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവരുമായിട്ടൊന്ന് മീറ്റ് ചെയ്യണം, ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് ഒരു വലിയ രീതിയിലുള്ള പെട്ടെന്നുള്ള ഒരു സെലക്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർക്കൊരു അപ്പോയിൻമെൻറ്റ് ഈ പറഞ്ഞ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് തന്നെ അപ്പോയിൻമെൻറ്റ്സ് നിങ്ങൾക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയാണോ അവിടെ നിന്നും നിയറസ്റ്റ് ആയിട്ടുള്ള ഇവരുടെ ആൾക്കാർ, ഇവരുടെ ടീം നിങ്ങളുടെ അടുക്കിലേക്ക് വരും, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്നുള്ളതാണ്. എന്തും കൊണ്ടും എല്ലാവരും ഒന്നുമില്ല ഇനി അങ്ങോട്ടൊരു വഴിയില്ല എന്ന് വിചാരിച്ചിരുന്ന് എന്ത് പോകുവടി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിരിക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു ആപ്ലിക്കേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ എനിക്ക് പറ്റി. ഇതേപോലെ ആപ്ലിക്കേഷൻ ഞാൻ അതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. കാര്യം എന്നെ സംബന്ധിച്ച് നല്ല രീതിയിലൊരു റിസോഴ്സ് ഈ ഒരു ആപ്ലിക്കേഷൻ അകത്ത് കിടപ്പുണ്ട്. നമ്മൾ നോക്കാനും എളുപ്പമാണ്. അതായത് ഒരു വെബ്സൈറ്റിൽ പോയി ഒരു ഗൂഗിൾ ക്രോമിൽ പോയി പല കാര്യങ്ങൾ കണ്ടുപിടിച്ച് എടുക്കുന്നതിനേക്കാളും എളുപ്പമാണ് ഇതിൻ്റെ എല്ലാ സംഭവങ്ങളും, എന്തിനൊക്കെ പഠിക്കണം, എന്തെടുക്കണം, എല്ലാ കാര്യങ്ങളും. ഇനി ഒരു ജോബാണെങ്കിലും എന്ത് ഡീറ്റെയിൽസും ഞാൻ എല്ലാ കാര്യവും വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുണകരമാകുന്നു എന്നുണ്ടെങ്കിൽ എൻ്റെ റെഫറൽ ലിങ്ക് തന്നെ യൂസ് ചെയ്ത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്കും നിങ്ങൾ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ചെയ്യുമെന്ന് അറിയാം. പിന്നെ സബ്സ്ക്രൈബും ഷെയറും എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഇറ്റ്സ് മീ അൽസാഫ് ബസോർ സൈനിങ് ഔട്ട്. ബൈ. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.